സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഡൊണാൾഡ് ട്രംപ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇടപെട്ട് മീഡിയേഷൻ ശ്രമിക്കുന്ന വിവരം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ഓഗസ്റ്റ് 15 അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അലാസ്കയിൽ വെച്ച് കാണുകയും അവർ ചർച്ചകൾ നടത്തുകയും അതിനെ തുടർന്ന് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പത്രസമ്മേളനം അവർ നടത്തുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ തിങ്കളാഴ്ച 18-ാം തീയതി തിങ്കളാഴ്ച അദ്ദേഹം സെലൻസ്കിയുമായി, യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അദ്ദേഹം ഒരു പേഴ്സണൽ മീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തതെങ്കിലും മുൻ അനുഭവം വെച്ചുകൊണ്ട് സെലൻസ്കിയെ ഒറ്റയ്ക്ക് ട്രംപിന് മുമ്പിലേക്ക് വിടുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയ യൂറോപ്യൻ നേതാക്കന്മാരുടെ ഒരു വലിയ സംഘം സെലൻസ്കിയോട് കൂടി വൈറ്റ് ഹൌസിലെത്തുകയും അങ്ങനെ സെലൻസ്കിയും ട്രംപും തമ്മിൽ പ്ലാൻ ചെയ്തിരുന്ന മീറ്റിംഗ് സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കന്മാരും തമ്മിലുള്ള ഒരു മീറ്റിംഗായി മാറുകയും ചെയ്തു. ഇത് യൂറോപ്പ് ഈ യുദ്ധത്തിന് നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. റഷ്യ എന്ന രാജ്യത്തിന്റെ യുദ്ധത്തിന് റഷ്യ എത്ര പ്രാധാന്യം നൽകുന്നു, അതുപോലെ തന്നെയാണ് യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യത്തിന്റെ ഒരു യുദ്ധമായിട്ടാണ് ഈ യുദ്ധത്തെ കാണുന്നത്. ഉക്രൈന്റെ യുദ്ധം എന്ന് പറയുന്നത് അവരുടെയൊക്കെ റഷ്യയുമായുള്ള ഒരു യുദ്ധമായിട്ടാണ് അവർ കാണുന്നത്. വാസ്തവത്തിൽ ഈ യുക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളുടെയും റഷ്യയുടെയും ഇടയിലുള്ള ഒരു ഗേറ്റാണ്. ഈ ഗേറ്റിലൂടെയാണ് പണ്ട് ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നുമൊക്കെയുള്ള ആക്രമണങ്ങൾ റഷ്യയിലേക്ക് നേരിട്ടത്. ഇതൊക്കെ വലിയ ചരിത്രമുള്ള രാജ്യങ്ങളാണ്. റഷ്യ ആയിക്കൊള്ളട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളായിക്കൊള്ളട്ടെ, ഇവയൊക്കെ വലിയ ചരിത്രമുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഇവര് രാജഭരണ കാലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ചെയ്യുകയും നെപ്പോളിയൻ റഷ്യ ഇൻവൈഡ് ചെയ്യുകയും വലിയ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്ത വലിയ ചരിത്രം ഇതിന്റെ പിന്നിലുണ്ട്. അന്ന് ഉക്രൈനിലൂടെയാണ് ഈ യൂറോപ്പിൽ നിന്നുള്ള ഒരു ഗേറ്റ് പോലെ, ഒരു വാതിൽ പോലെ യുക്രൈൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അതിലൂടെയാണ് റഷ്യയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ആക്സസ് കിട്ടുന്നത്. വേറെയൊക്കെ കാസ്പിയൻ പർവ്വതനിരകളൊക്കെ കിടക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള യൂറോപ്പിന്റെ ഭാഗത്തുകൂടി ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഈ ഉക്രൈനിലൂടെ വളരെ എളുപ്പത്തിൽ റഷ്യയിലേക്ക് കടക്കാൻ പറ്റും. നേരെ മറിച്ച് റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കാൻ പറ്റും. അപ്പം യൂറോപ്പ് റഷ്യയെ ഭയപ്പെടുന്നുണ്ട്, അതിനേക്കാളേറെ യൂറോപ്പിനെ റഷ്യ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഈ ഉക്രൈനെ ആരുടെ പക്ഷത്ത് നിർത്താൻ കഴിയും എന്നുള്ള വലിയ ഒരു താല്പര്യം കൂടി ഈ യുദ്ധത്തിന്റെ പുറകിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ ലീഡേഴ്സ് ആയിട്ടുള്ള യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്, ഫിൻലാൻഡ് പ്രസിഡന്റ്, നാറ്റോ ജനറൽ സെക്രട്ടറി, ജർമ്മൻ ചാൻസലർ, ഇറ്റലി പ്രൈം മിനിസ്റ്റർ, ഫ്രഞ്ച് പ്രസിഡന്റ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, ഇത്രയും ആളുകളാണ് സെലൻസ്കിയുടെ കൂടെ അമേരിക്കയിലേക്ക് പോയത്, വൈറ്റ് ഹൌസിലേക്ക് പോയത്. ഇവരെ ആരും ക്ഷണിച്ചതല്ല, അവരെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവരെല്ലാം പാർട്ട്നേഴ്സാണ്, നാറ്റോ സഖ്യമുണ്ട്, ഒരു കുടുംബക്കാരെ പോലെയാണ്. അപ്പൊ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണമൊന്നും ആവശ്യമില്ല. എങ്കിൽ പോലും സെലൻസ്കിയുമായി ഒരു മീറ്റിംഗ് നടത്തി ഒരു അപ്പർ ഹാൻഡ് നേടാമെന്ന് ട്രംപിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ താല്പര്യം നിശ്ചയമായും ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇവരെല്ലാവരും ഇദ്ദേഹത്തിന്റെ കൂടെ പോയത് എന്ന് വേണം വിചാരിക്കാൻ. കാരണം 15-ാം തീയതി പുടിനുമായുള്ള മീറ്റിംഗിന് ശേഷമുള്ള ട്രംപിന്റെ പത്രസമ്മേളനം, അവർ ഉള്ളിൽ വെച്ച് സംസാരിച്ചത് എന്തായാലും ശരി, ആ പത്രസമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഇൻഅപ്രോപ്രിയേറ്റ്, വേണ്ടാത്തതായിരുന്നു എന്നാണ് ബഹുഭൂരിഭാഗം ഒബ്സർവേഴ്സും വിചാരിക്കുന്നത്. കാരണം ഉക്രൈന്റെ ക്രീമിയ 1914 തന്നെ കൈയടക്കി വെച്ചിരിക്കുന്ന റഷ്യക്ക് അതിന്റെ ഡോൺസ്റ്റക്ക്, ലുഹാൻസ്ക് എന്നീ റീജിയൻസ് കൂടി വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു പ്രപ്പോസൽ ട്രംപ് പരസ്യമായി വെക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ്. ഒരു നെഗോസിയേഷൻ ടേബിളിൽ ഒരു കക്ഷി മറ്റേ കക്ഷിയോട് പറഞ്ഞ ഒരു കാര്യം, ആ മീഡിയേറ്ററോട് പറഞ്ഞ കാര്യം മീഡിയേറ്റർ അതുപോലെ തന്നെ അംഗീകരിക്കുകയും അത് അംഗീകരിച്ചിട്ട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുക, മറുകക്ഷിയോട് സംസാരിക്കാതെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളത് തികഞ്ഞ അനീതിയാണ്. അപ്പൊ ട്രംപിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വന്നത് ഒരു വലിയ വീഴ്ചയാണ്. കൂടാതെ ഉക്രൈന്റെ ഖെർസൺ, സാപ്പോറിസിയ എന്ന് പറയുന്ന 2 റീജിയൻസ് കൂടി ഇപ്പോൾ റഷ്യ പിടിച്ചിറക്കി വെച്ചിട്ടുണ്ട്. ആ റീജിയൻസിനെ സംബന്ധിച്ച് യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല. അവിടെ വെടിനിർത്തുമെന്നൊരു പ്രഖ്യാപനം മാത്രമേ ഉണ്ടായുള്ളൂ. കൂടാതെ ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിന്റെ അടിസ്ഥാന കാരണം ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ അപേക്ഷ കൊടുത്തു എന്നുള്ളതാണ്. അപ്പം അതിന്റെ പേരിലാണ് റഷ്യ ഉക്രൈനെ കയറി ആക്രമിക്കുന്നത്. അതായത് ഉക്രൈൻ യൂറോപ്യൻ ചേരിയിലേക്ക് പൂർണ്ണമായും നീങ്ങുന്നു എന്ന് കണ്ടതോടെയാണ് റഷ്യ ഉക്രൈനെ കയറി ആക്രമിക്കുന്നത്. അപ്പൊ ഈ നാറ്റോ മെമ്പർഷിപ്പ് ഉക്രൈൻ വേണ്ടെന്ന് വെക്കേണ്ടി വരും എന്നുകൂടി വെള്ളിയാഴ്ചത്തെ കമ്പൈൻഡ് പത്രസമ്മേളനത്തിൽ പുടിന്റെ സാന്നിധ്യത്തിൽ ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് വലിയ ഒരു മീഡിയയുടെ ഭാഗത്തു നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ വീക്ഷിക്കുന്നത്. ഒരു പരിധിവരെ
ട്രംപ് പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഈ പറയുന്ന റഷ്യ പിടിച്ചടക്കി വെച്ച ഈ പ്രദേശം റഷ്യയിൽ നിന്ന് എങ്ങനെ തിരിച്ചു പിടിക്കും? ഉക്രൈനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് സാധിക്കില്ല. മറ്റു രാജ്യങ്ങളിലെ പട്ടാളക്കാർ പോയിട്ട് യുദ്ധം ചെയ്യാന്ന് പറയുമ്പോൾ ഈ യുദ്ധത്തിന് കളർ മാറും. ഇതിനാരും അതിന് നിൽക്കില്ല, ആരും അതിനുവേണ്ടി രക്തം ഒഴുക്കാനും നിൽക്കില്ല. ഉക്രൈനെ ഇതിനകത്ത് വാസ്തവത്തിൽ സ്കേപ്പ് ഗോട്ട് ആക്കിയതാണ്. ഇതിനകത്ത് ഉക്രൈനും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അപക്വതയും ഈ യുദ്ധം ഉണ്ടായതിൽ വ്ളാഡിമിർ പുടിന്റെ വലിയ അപക്വതയുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ യുദ്ധം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ അപക്വത കൊണ്ടാണ്. റഷ്യ ഇദ്ദേഹത്തെ കയറി ആക്രമിക്കാനുണ്ടായ കാരണം ഇദ്ദേഹം ഈ നാറ്റോ മെമ്പർഷിപ്പ് എന്നതിന് ആവശ്യത്തിലേറെ ഒരു പബ്ലിസിറ്റി കൊടുക്കുകയും അതിന് ആവശ്യത്തിലേറെ ഒരു വാശി കാണിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം ഉണ്ടാവുന്നത്. വാസ്തവത്തിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വലിയ അപക്വത, പുടിനെ പോലെ ഒരു വലിയ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരന് മുൻപിൽ അദ്ദേഹത്തിന് പറ്റിയ പിടിപ്പുകേട്, ഇതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് റഷ്യയെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് കരുതി ചാടി വീണ യൂറോപ്യൻ ശക്തികളെല്ലാം കൂടെ ചേർന്ന് യുക്രൈനെ സഹായിക്കുമ്പോഴും അവർ റഷ്യ ആക്രമിക്കുമ്പോഴും സ്വന്തം ചോര ഒഴുക്കാതെ യുക്രൈന് നഷ്ടത്തിൽ കാര്യം സാധിക്കണമെന്നുള്ളതാണ് വാസ്തവത്തിൽ കൗശലക്കാരായ യൂറോപ്യന്മാരും നിശ്ചയിച്ചിരുന്നത്. അപ്പൊ ഇൻഇഫക്റ്റില് ഉക്രൈനാണ് ഇതിനകത്ത് വലിയ നഷ്ടം പറ്റിയത്, വലിയ ആൾനാശം ഉണ്ടായി. ഇപ്പൊ ഇവർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് പോലെ ഈ ഡോൺസ്റ്റക്കും ലുഹാൻസ്കും കൂടെ വിട്ടുകൊടുത്തുകൊണ്ട് നാറ്റോ മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി സമ്മതിച്ചാൽ അദ്ദേഹത്തിന്റെ രാജ്യത്ത് പിന്നെ അദ്ദേഹം ആരാവും? അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം പിന്നെ എന്തിനാ യുദ്ധം ചെയ്തത്? ഈ യുദ്ധത്തിന് മുൻപ് റഷ്യ ആവശ്യപ്പെട്ടിരുന്ന ക്രീമിയ എന്ന് പറയുന്ന റഷ്യ പിടിച്ചെടുത്ത പ്രദേശം അതിനെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കണം, അതിനെ റിപ്പബ്ലിക് ആകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഉക്രൈനിന് അതിന്റെ മുകളിൽ അധികാരം ഇല്ലാന്ന് പറഞ്ഞു വെക്കണം. പിന്നെ അത് റഷ്യക്ക് വേണ്ട പോലെ കൈകാര്യം ചെയ്യാലോ, റിപ്പബ്ലിക് ആണെങ്കിലും ശരി, റഷ്യയോട് കൂട്ടിച്ചേർത്താലും ശരി. കാരണം ഇന്റർനാഷണൽ ലോ അനുസരിച്ച് ഒരു രാജ്യത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഭൂമി വേറെ രാജ്യത്തിന് ക്ലെയിം ചെയ്യാനാവില്ല. അപ്പൊ റഷ്യ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന സ്ഥലത്തിനെയൊക്കെ റിപ്പബ്ലിക് എന്നാ പ്രഖ്യാപിക്കുക, എന്നിട്ട് അവരുടെ കീഴിലാക്കി വെച്ച് അവരെ തന്നെ ഭരിക്കും, അവരുടെ ഭാഗം തന്നെ. പക്ഷെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി റിപ്പബ്ലിക് എന്നൊരു പേരിടും. അപ്പൊ ക്രീമിയനെ പിടിച്ച് ക്രീമിയ റിപ്പബ്ലിക് എന്നൊരു പേരിട്ട് റഷ്യയുടെ ഭാഗമാക്കി അവർ കൈവശമാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഉക്രൈൻ അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു റഷ്യയുടെ ഈ യുദ്ധത്തിൽ കടന്നുകയറ്റത്തിലെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം ഇവരുടെ നാറ്റോ മെമ്പർഷിപ്പിനുള്ള അപേക്ഷ വേണ്ടെന്ന് വയ്ക്കണം. ഇതിപ്പോ ക്രീമിയ പോയി എന്ന് മാത്രമല്ല, ക്രീമിയയുടെ അത്ര തന്നെ വലിപ്പം വരുന്ന ഏകദേശം ഡോൺസ്റ്റക്, ലുഹാൻസ്ക് എന്ന് പറയുന്ന റീജിയൻ കൂടി വിട്ടുകൊടുക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. നാറ്റോ മെമ്പർഷിപ്പില്ലതാണ്. പിന്നെ എന്തിനു യുദ്ധം? ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയ ഈ യുദ്ധത്തെ സംബന്ധിച്ച് സെലൻസ്കിക്ക് എന്ത് പറയാനുണ്ട് അദ്ദേഹത്തിന്റെ ജനത്തിന് മുമ്പിൽ? അദ്ദേഹത്തിനൊന്നും പറയാനില്ല. സെലൻസ്കി രാജ്യത്തെ നശിപ്പിച്ചു. യുദ്ധം മൂലം വലിയ നഷ്ടം ആ രാജ്യത്തിനുണ്ടായി. അപ്പൊ യുദ്ധം മൂലം രാജ്യത്തെ നശിപ്പിച്ചു കളഞ്ഞു, ഒരുപാട് മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്തു. ഇങ്ങനത്തെ എല്ലാ പേരുദോഷങ്ങളും സെലൻസ്കിയെ പേരേണ്ടി വരും. നേരെ മറിച്ച് പുടിന്റെ ഭാഗത്തോ, പുടിന് ഒത്തിരി ആൾനാശം വന്നിട്ടുണ്ട്. സെലൻസ്കിക്ക് ഉണ്ടായതിന്റെ ഏകദേശം ഇരട്ടി ആൾനാശം പുടിന്റെ രാജ്യത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും യുദ്ധം വിജയിച്ചു എന്നൊരു ഗ്ലാമറോടുകൂടി പുടിനെ ഇതിനകത്ത് പിൻവാങ്ങാൻ സാധിക്കുമെന്ന് മാത്രമല്ല, പുടിൻ ഒരു ഏകാധിപതിയായിട്ട് വാഴാനാണ് പുടിൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങൾ എപ്പോഴും ഡെമോക്രസി പറഞ്ഞു നടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പം ഈ ഒരു യുദ്ധത്തിൽ പുടിന് ജയിക്കാൻ കഴിഞ്ഞാൽ പുടിന്റെ ഏകാധിപത്യം എന്നുള്ളത് അവിടെ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും ചെയ്യും. അപ്പൊ യുദ്ധത്തിന്റെ പർപ്പസുകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അമേരിക്ക ഇടപെട്ട് റഷ്യക്ക് അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഏകാധിപതിക്ക് കൂടുതൽ കരുത്തുണ്ടാക്കി കൊടുത്തു എന്നുള്ളൊരു ഇമേജാണ് ഇതിനകത്ത് പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ നേതാക്കന്മാരെല്ലാവരും കൂടി ഇവരെ പിന്തുടർന്നു പോവുകയും, അപ്പൊ ഇതിനുശേഷം ട്രംപ് പ്രഖ്യാപിച്ചു എന്നാൽ പുടിനും സെലൻസ്കിയും തമ്മിൽ നേരിട്ട് കണ്ട് ചർച്ച നടത്തട്ടെ, പുടിനും സെലൻസ്കിയും തമ്മിൽ നേരിട്ട് കണ്ട് ചർച്ച നടത്തട്ടെ എന്ന് പറയുന്നത് അതൊരു കുടുക്കാണ്. അതിനകത്ത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഒരു മീഡിയേറ്റർ പറയുന്നു നിങ്ങൾ എതിർകക്ഷികളെ തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുന്നു. കാരണം ഇതിന് പുടിൻ ഒരിക്കലും വഴങ്ങാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ മുൻപോട്ട് വെച്ചത് എന്നാണ് രാജ്യതന്ത്രജ്ഞന്മാർ പറയുന്നത്. കാരണം പുടിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഈ ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം അങ്ങനെ ഒരു രാജ്യമില്ല, ഇത് റഷ്യയുടെ ഭാഗമാണ്, ചരിത്രപരമായിട്ട് ഇത് റഷ്യയുടെ ഭാഗമാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ ഡിസോൾവ് ചെയ്ത സമയത്ത് ഉക്രൈനെ റഷ്യയിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിച്ചത് ചരിത്രപരമായ പരാജയമാണ്. ഉക്രൈൻ എന്ന് പറഞ്ഞാൽ സംസ്കാരം കൊണ്ടും ജനപദങ്ങളുടെ രീതികൾ കൊണ്ടും ഇത് റഷ്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ അദ്ദേഹം അംഗീകരിക്കുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ നിലപാട്. രണ്ടാമത്തെ നിലപാട് അദ്ദേഹം പറയുന്നത് ഉക്രൈൻ എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇദ്ദേഹത്തിനെതിരെ യുദ്ധം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാവ മാത്രമാണ്. അതായത് യുക്രൈനിലുള്ള ഒരു പാവ ഗവൺമെന്റ് ആണ്. സെലൻസ്കി എന്ന ആളുടെ പേര് പോലും അവർ ഉച്ചരിക്കാറില്ല. അവർ സെലൻസ്കിക്ക് പകരം കീവ് റെജിം എന്നാണ് സാധാരണ പറയുന്നത്. കീവ് റെജിം ഉക്രൈനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെലൻസ്കിനെ കുറിച്ച് പറയാൻ വേണ്ടി അവർ ദ കീവ് റെജിം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിനിടയിലൂടെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സെലൻസ്കി എന്ന് പറയുന്ന ആള് പ്രോപ്പറായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട ആളല്ല, അദ്ദേഹത്തിന്റെ ഇലക്ഷന്റെ പീരീഡ് കഴിഞ്ഞതാണ്, അതുകൊണ്ട് അദ്ദേഹം പ്രസിഡന്റ് എന്ന നിലയിൽ ഇൻവാലിഡ് ആണ്. ഇനി അദ്ദേഹം പ്രസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം റീ എലക്ട് ചെയ്യപ്പെടണം.
അപ്പൊ റീഎലക്ട് ചെയ്യപ്പെടാത്ത ഒരു സെലൻസ്കിയുമായി ഒരു തരത്തിലും സംസാരിക്കുകയില്ല എന്നുള്ളത് റഷ്യ പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പീസ് ട്രീറ്റി, ഒരു സീസ് ഫയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഒപ്പിടാനാണെങ്കിൽ സെലൻസ്കിക്ക് അതിനുള്ള അധികാരമില്ല. കാരണം അദ്ദേഹം ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റ് അല്ല, അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞതാണ്. ഒന്നുകിൽ അദ്ദേഹം ഇലക്ഷൻ നടത്തി റീഎലക്ട് ചെയ്യപ്പെട്ട് വരണം, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് വേറെ ആരെങ്കിലും ഇതിന് വരണം എന്നുള്ളതാണ് റഷ്യ ഇതുവരെ സ്വീകരിച്ച നിലപാട്. അപ്പൊ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോകാൻ ഇതുവരെ നിരന്തരമായിട്ട് റഷ്യ, ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ പ്രൊപ്പഗാൻഡയുടെ ഒരു രീതിയുണ്ട്. ഇത് കാലത്തും വൈകിട്ടും അല്ലെങ്കിൽ 3 നേരവും ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നത് പോലെ ജനത്തിന്റെ ചെവിയിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് പലപ്പോഴും പുടിൻ തന്നെ നേരിട്ട് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് ഈ വിധ വിശേഷങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഈ സെലൻസ്കി എന്ന് പറഞ്ഞാൽ ഒരു സീറോയാണ്. അയാളെ നാസി എന്നാണ് പുടിൻ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു നാസി ലീഡറാണ്, പപ്പറ്റ്, വെസ്റ്റേൺ പപ്പറ്റാണ്, ഇല്ലെജിറ്റിമേറ്റ് ലീഡറാണ്. യുക്രൈൻ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ ഇല്ല. ഇതൊക്കെ ഇദ്ദേഹം തന്നെ ഇങ്ങനെ ദിവസവും കാലത്തും വൈകിട്ടും ഇദ്ദേഹം ടെലിവിഷനിൽ പറയുന്നതും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ടോക്കുകൾ നിരന്തരമായിട്ട് ടെലിവിഷനിൽ കാണിക്കുന്നതുമാണ്. ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് എങ്ങനെ ഉക്രൈനിയൻ പ്രസിഡന്റുമായിട്ട് സംസാരിക്കാൻ പറ്റും? അദ്ദേഹം ഉക്രൈനിയൻ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുകയാണ്, അപ്പൊ തന്നെ ഉക്രൈനിയൻ പ്രസിഡന്റിനെ ആക്സെപ്റ്റ് ചെയ്തു എന്നർത്ഥം. അപ്പൊ ഉക്രൈന്റെ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ മീറ്റ് ചെയ്യുന്നു എന്നാണ് ആ മീറ്റിംഗിന്റെ പേര്. അതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. ആ ഒഫീഷ്യൽ മീറ്റിംഗിൽ ഇദ്ദേഹം പോയി ഇരിക്കുന്ന മൊമെന്റിൽ തന്നെ ഉക്രൈൻ എന്ന രാജ്യത്തെ ഇദ്ദേഹം അംഗീകരിക്കുന്നു, സെലൻസ്കി എന്ന് പറയുന്ന നേതാവിനെയും ഇദ്ദേഹം അംഗീകരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഈ 3.5 വർഷമായിട്ട് 4 വർഷമായിട്ട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാധനം മുഴുവൻ ഇദ്ദേഹത്തിന് വിഴുങ്ങേണ്ടി വരും. അത് പുടിൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലീഡറെ സംബന്ധിച്ച് അത് ഇമ്പോസിബിൾ ആണ് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇദ്ദേഹം ടർക്കിയിലെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ഒരിക്കൽ പ്രോമിസ് ചെയ്തിരുന്നു. ആ പ്രോമിസ് വിശ്വസിച്ച് സെലൻസ്കി ടർക്കിയുടെ തലസ്ഥാനത്ത് ചെന്നിരുന്നു. പക്ഷേ അവിടെ റഷ്യയുടെ പ്രസിഡന്റ് അല്ല വന്നത്, അവിടുന്ന് ഒരു പ്രമുഖ ചരിത്രകാരനെയാണ് ഇദ്ദേഹം നെഗോസിയേഷന് വേണ്ടി പറഞ്ഞു വെച്ചത്. സെലൻസ്കി ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. എന്തായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള നിലയ്ക്ക് ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് സെലൻസ്കി പറഞ്ഞു, ഓക്കെ ഞാൻ റെഡിയാണ്. പക്ഷേ പുടിൻ ഇതിന് തയ്യാറാവാൻ സാധ്യതയില്ല. മോസ്കോയിൽ നിന്ന് അപ്പം തന്നെ ഞങ്ങളോട് ചോദിക്കാതെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യം ട്രംപിനില്ല എന്ന് പറയുകയുണ്ടായി. ഒരു റസൽസ് ആണ് ഒരു മീറ്റിംഗിന് ഒരു പോയിന്റ് ആയിട്ട്. അമേരിക്ക എന്തായാലും ഈ ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യം പുടിനും സെലൻസ്കിയും തമ്മിൽ സംസാരിക്കട്ടെ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപിന്റെ ഫെയിലിയർ മനസ്സിലായിട്ടുണ്ട്. അലാസ്ക മീറ്റിംഗിൽ വെച്ചിട്ട് ഇത്തരം കാര്യം പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശകരും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഒക്കെ അതിന്റെ നെഗറ്റീവ് പോയിന്റ്സ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. പുടിൻ വലിയ വിജയവും നേടിക്കൊണ്ടാണ് അവിടുന്ന് പോയത് എന്നുള്ളത് അദ്ദേഹത്തോടെ ഇവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചിട്ടുണ്ടാവും. നിങ്ങളെ മെസ്മറൈസ് ചെയ്തു. ശരിക്കും റഷ്യൻ ടീമിന്റെ ഒരു പെർഫോമൻസ് ട്രംപിനെ മെസ്മറൈസ് ചെയ്തു എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. കാരണം ട്രംപിനൊരു സുഖമുണ്ട്, അദ്ദേഹത്തെ വല്ലാണ്ട് പൊക്കി കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങ് വീണുപോകും. അപ്പൊ അവിടെ ഈ റഷ്യൻ ടീം പ്രധാനമായിട്ടും ശ്രമിച്ചത് ട്രംപിനെ വാഴ്ത്തി സ്തുതിക്കുവാനാണ്. അപ്പൊ അവര് ഓരോ വാക്കിലും പുടിൻ അടക്കമുള്ള ആളുകൾ അവരുടെ ഓരോ സെന്റൻസുകളും ട്രംപിനെ പ്രൈസ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നു എന്നും അങ്ങനെ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടുള്ള ട്രംപ് ആ മുഖസ്തുതികളിൽ വീണ് അവരുടെ ഭാഗത്തേക്ക് ചാഞ്ഞു പോവുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ പിന്നീട് അനലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് വന്ന അല്ലെങ്കിൽ ട്രംപിന്റെ തന്നെ ഉപദേശകര് ഒരുപക്ഷെ ഉപദേശിച്ചപ്പം ഈ ഒരു ട്രാക്കിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ള അല്ലെങ്കിൽ ഈ നെഗോസിയേഷൻ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, അത് യൂറോപ്പിന് ക്ഷണം വരുത്തും, അമേരിക്ക ക്ഷണം വരുത്തുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക ഒരുപക്ഷെ നടക്കാൻ സാധ്യതയില്ലാത്തൊരു പോയിന്റ് എടുത്ത് മുൻപിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് വേണം വിചാരിക്കാൻ. അപ്പൊ പുടിനും സെലൻസ്കിയും തമ്മിൽ കാണട്ടെ, എന്നിട്ട് ആവാം അടുത്ത ചർച്ച എന്ന് പറയുന്ന ട്രംപിന്റെ നിർദ്ദേശത്തോടെ ഒരുപക്ഷെ റഷ്യ നെഗറ്റീവായിട്ട് പ്രതികരിക്കാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ റഷ്യയാണ് സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെ ഇതിനകത്ത് തടിവരാം. അതാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതിനിടയിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞത് ഇപ്പൊ അവർ റൊമേനിയയിൽ നാറ്റോയുടെ ഒരു വലിയ സെന്റർ, ഏറ്റവും വലിയ എയർബേസ് പണിതുകൊണ്ടിരിക്കണം. അപ്പൊ ആ എയർബേസിലേക്ക് ഒരു 50ഓളം F-35 വിമാനങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ് ഈ നാറ്റോ ലീഡേഴ്സ് ഇപ്പൊ പ്രധാനമായിട്ടും ട്രംപിന് മുൻപിൽ വെച്ച ആവശ്യമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ നാറ്റോ റീജിയനിൽ വരുന്ന ഈ വിമാനങ്ങൾ റഷ്യക്കെതിരെ ഉക്രൈന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് അനലിസ്റ്റുകൾ ഇതിനകത്ത് കാണുന്നത്. റഷ്യയെ സംബന്ധിച്ച് വൻ ശക്തിയാണ്, വലിയ ശക്തിയാണ്. പക്ഷേ റഷ്യയുടെ ശക്തി എവിടെ കിടക്കുന്നത്? റഷ്യയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ആറ്റം ബോംബുണ്ട്, ന്യൂക്ലിയർ ബോംബുണ്ട്, സബ്മറൈൻസ് ഉണ്ട്. ഒരു യുദ്ധത്തിലെ ഏറ്റവും വലിയ എക്സ്ട്രീം വാർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബോംബുകളും സബ്മറൈൻസും ഒക്കെയാണ്. പക്ഷേ ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഇത് പിന്നെ ലോകം മുഴുവൻ ചൂടാനുള്ള സാധനമാണ്. ഈ ലോകം മുഴുവൻ ചൂടാനുള്ള സാധനം കൊണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ പറ്റില്ല. ഉക്രൈൻ യുദ്ധത്തിൽ വേണ്ട സാധാരണ വിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ, ടാങ്കുകൾ, ഇത്തരം സാധനങ്ങളൊക്കെയാണ്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും കൂടി ഉക്രൈനെ ഫൈനാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉക്രൈന് വാർ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ റഷ്യക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ റഷ്യയുടെ കയ്യിലുള്ള മെറ്റീരിയൽസിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉക്രൈന്റെ കയ്യിൽ വരുന്നു ഈ യുദ്ധത്തിന് ആവശ്യമായ മെറ്റീരിയൽസ്. റഷ്യക്ക് വലിയ വലിയ സബ്മറൈൻസ് ഉണ്ട്, പിന്നെ പ്ലെയിൻ കാരിയേഴ്സ് ഉണ്ട്,
ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, സർവ്വ സാധനമുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൽ, ഈ കൊച്ചി യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽസ് വളരെ കുറവാണ്. അവരുടെ ഫിനാൻഷ്യൽ സോഴ്സുകൾ വറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യയോട് എണ്ണ വാങ്ങാനെന്നൊക്കെ ട്രംപ് പറഞ്ഞ് ഭീഷണിപ്പെടുന്നത്. ഇപ്പോഴും ഫെർട്ടിലൈസേഴ്സും എണ്ണയും ഒക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ അവരുടെ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ അതും കൂടി കട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയും ഈ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായി വല്ലാതെ വരണ്ടു പോകുന്ന റഷ്യയ്ക്ക് പത്തി മടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അമേരിക്ക സാധിക്കുമെന്നാണ് യൂറോപ്യൻ ലീഡേഴ്സ് അദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചത് എന്നാണ് പിന്നാമ്പുറ വാർത്തകൾ സൂചിപ്പിക്കുന്നത്.